കരുത്തുറ്റ രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ പുതിയ അധ്യായം രചിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനം ചരിത്ര താളുകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. കേവലം നയതന്ത്ര ചർച്ചകൾക്കോ കരാറുകളിൽ ഒപ്പിടുന്നതിനോ അപ്പുറം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സാംസ്കാരികവും വൈകാരികവുമായ ഇടയടുപ്പം വ്യക്തമാക്കുന്ന നിമിഷങ്ങളാണ് ടെൽ-അവീവിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളം സാക്ഷ്യം വഹിച്ചത്. പതിവ് പ്രോട്ടോകോളുകൾ മാറ്റിവെച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഭാര്യ സാറ നെതന്യാഹുവും നേരിട്ടെത്തി മോദിയെ സ്വീകരിച്ചത് ഇസ്രായേൽ ഇന്ത്യക്ക് നൽകുന്ന പ്രാധാന്യത്തിന്റെ തെളിവായി മാറി. വിമാനത്താവളത്തിലെ ചുവന്ന പരവതാനിയിൽ വെച്ചുണ്ടായ സൗഹൃദ സംഭാഷണങ്ങൾ ലോക മാധ്യമങ്ങൾ വലിയ താല്പര്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത്. പ്രത്യേകിച്ച് വസ്ത്രധാരണത്തിലെ സമാനതകളെ കുറിച്ചുള്ള രസകരമായ നിരീക്ഷണങ്ങൾ നയതന്ത്ര വേദികളിലെ അപൂർവമായ കാഴ്ചയായിരുന്നു. സ്വീകരണ ചടങ്ങിനിടെ സാറ നെതന്യാഹു ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. ഭാരതീയ സങ്കല്പങ്ങളിൽ വിശുദ്ധിയും ത്യാഗവും പ്രതീകവൽക്കരിക്കുന്ന കാവ്യനിറത്തിലുള്ള കോട്ടാണ് അവർ അണിഞ്ഞിരുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ബെഞ്ചമിൻ നെതന്യാഹു കൗതുകപൂർവ്വം തന്റെ സുഹൃത്തായ മോദിയോട് ഒരു കാര്യം സൂചിപ്പിച്ചു. തന്റെ ഭാര്യയുടെ വസ്ത്രത്തിന്റെ നിറവും മോദിയുടെ ജാക്കറ്റിലെ പോക്കറ്റിന്റെ സ്ക്വയറിന്റെ നിറവും ഒന്നു തന്നെയായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ നിരീക്ഷണം. ഈ നിരീക്ഷണം കേട്ടയുടനെ മനോഹരമായ ഒരു പുഞ്ചിരിയോടെ മോദി അതിന് മറുപടി നൽകി. ഈ നിറം വെറും ഒരു ഫാഷൻ താല്പര്യമല്ലെന്നും മറിച്ച് ഇന്ത്യയുടെ ആത്മാവും ഹിന്ദു ദേശീയയുടെ പ്രതീകവുമായ കാവ്യാണെന്നും അദ്ദേഹം അവരെ ബോധ്യപ്പെടുത്തി. ഒരു വിദേശ മണ്ണിൽ വെച്ച് സ്വന്തം രാജ്യത്തിന്റെ സാംസ്കാരിക അടയാളത്തെ ഇത്രത്തോളം അഭിമാനത്തോടെ ഉയർത്തിക്കാട്ടിയ മോദിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാണ് സൃഷ്ടിച്ചത്. ഇന്ത്യയുടെ വികാരവും സംസ്കാരവും ഉൾക്കൊള്ളുന്ന ഒരു നിറം ബോധപൂർവമോ അല്ലാതെയോ സാറ നെതന്യാഹു തിരഞ്ഞെടുത്തത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നതായിരുന്നു. ഇന്ത്യയോടുള്ള തന്റെ അളവറ്റ സ്നേഹം പ്രകടിപ്പിക്കാൻ സാറ നെതന്യാഹു ഈ അവസരം വിനിയോഗിച്ചു. ഇന്ത്യ ഒരു അത്ഭുതകരമായ രാജ്യമാണെന്നും അവിടുത്തെ ജനങ്ങൾ കാണിക്കുന്ന സ്നേഹവും ആദരവും തന്നെ എപ്പോഴും ആകർഷിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. നരേന്ദ്രമോദിയെ അത്ഭുതകരമായ ഒരു നേതാവെന്ന് വിശേഷിപ്പിച്ച അവർ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിനായി തങ്ങൾ ഏറെ നാളായി കാത്തിരിക്കുകയായിരുന്നുവെന്നും കൂട്ടിച്ചേർത്തു. ഈ വ്യക്തിപരമായ ഊഷ്മളത ഔദ്യോഗിക ചർച്ചകളിലും പ്രതിഫലിച്ചു. ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിനെ അഭിസംബോധന ചെയ്ത നരേന്ദ്രമോദി മറ്റൊരു ചരിത്ര നേട്ടം കൂടി തന്റെ പേരിൽ കുറിച്ചു. ഇസ്രായേൽ പാർലമെന്റിൽ സംസാരിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ബഹുമതി ഇതോടെ അദ്ദേഹത്തിന് സ്വന്തമായി. തന്റെ പ്രസംഗത്തിൽ ഭീകരവാദത്തിനെതിരെ അതിശക്തമായ നിലപാടാണ് മോദി സ്വീകരിച്ചത്. ഹമാസ് നടത്തിയ ഭീകരാക്രമണങ്ങളെ 26/11 മുംബൈ ഭീകരാക്രമണത്തോടാണ് അദ്ദേഹം താരതമ്യം ചെയ്തത്. ഭീകരതയുടെ ഇരകളായ രണ്ട് രാജ്യങ്ങൾ എന്ന നിലയിൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ഐക്യം അദ്ദേഹം ഊട്ടിയുറപ്പിച്ചു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ എന്നും ഇസ്രായേലിനൊപ്പം ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ നിറഞ്ഞ കയ്യടികളോടെയാണ് ഇസ്രായേൽ ജനപ്രതിനിധികൾ ആ വാക്കുകളെ സ്വീകരിച്ചത്. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വെറും രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമുള്ള ഒന്നല്ലെന്നും അത് രക്തം കൊണ്ടും ബലിയർപ്പണം കൊണ്ടും എഴുതപ്പെട്ടതാണെന്നും മോദി വികാരനിർഭരമായി പറഞ്ഞു. നെതന്യാഹു മോദിയെ സഹോദരൻ എന്ന് വിളിച്ചാണ് അഭിസംബോധന ചെയ്തത്. ഈ സന്ദർശനം പ്രതിരോധം, സാങ്കേതികവിദ്യ, കൃഷി തുടങ്ങിയ മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. രണ്ട് രാജ്യങ്ങളുടെയും വികസന സ്വപ്നങ്ങൾക്ക് ഈ പുതിയ സൗഹൃദം വലിയ കരുത്തു പകരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേവലം ആയുധമിടപാടുകൾക്കോ വ്യാപാരത്തിനൊപ്പുറം രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള ലയനമായി ഈ സന്ദർശനം മാറിയിരിക്കുന്നു. കാവ്യനിറത്തിന്റെ സാന്നിധ്യം മുതൽ പാർലമെന്റിലെ പ്രസംഗം വരെ നീളുന്ന സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നത് വരും കാലങ്ങളിൽ ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന മുന്നേറ്റങ്ങൾ നിർണായകമാകുമെന്നാണ്. വിദേശ രാജ്യങ്ങളിലെ ഇത്തരം സ്വീകരണങ്ങളും സംഭാഷണങ്ങളും ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായയെ ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സ്വന്തം സംസ്കാരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കുന്ന മോദിയുടെ രീതി ഇസ്രായേലിലും വലിയ വിജയം കണ്ടിരിക്കുകയാണ്. സന്ദർശനത്തിന്റെ ഭാഗമായുള്ള വിഭവസമൃദ്ധമായ വിരുന്നിലും സാംസ്കാരിക പരിപാടികളിലും ഇരു നേതാക്കളും പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ കൂടുതൽ നിർണായകമായ കരാറുകൾ ഒപ്പിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മോദിയുടെ ഈ ഇസ്രായേൽ യാത്ര നയതന്ത്ര ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുന്നു.